ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കേരളത്തിലും SIR എന്നതാണ്. നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിക്കും. കേരളത്തിലും SIR നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളം 12 സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സാവകാശം നൽകണം അല്ലെങ്കിൽ മാറ്റിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ വിവരശേഖരണം നടത്തും. ഇത് നീട്ടിവെക്കണമെന്ന SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ, കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. 12 സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമ്പോൾ അതിൽ കേരളം പെടുകയാണ്. മറ്റു നടപടിക്രമങ്ങൾ എന്താണ്? ഇനി നാളെ മുതൽ കേരളം അടക്കം 12 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പുനഃപരിഷ്കരണം എത്തും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ബീഹാറിന് പിന്നാലെ രണ്ട് ഘട്ടമായി രണ്ടാമത്തെ ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ കേരളമുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് ഉണ്ട്. ഗുജറാത്ത്, ഗോവ, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടത്താൻ എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ആധാർ അടക്കം തിരിച്ചറിയൽ രേഖയെ സ്വീകരിക്കും എന്നത് ആശ്വാസകരമാണ്. പക്ഷേ അപ്പോൾ പോലും വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചത്, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇത് നടപ്പാക്കുന്നത് പ്രായോഗികമാകില്ല, മറ്റു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ അടക്കം ഉണ്ടായിരുന്നു. ഈ അടിസ്ഥാനത്തിൽ കേരളം കത്ത് നൽകുകയും ചെയ്തതാണ്. എന്താണെങ്കിലും ആ കത്തിപ്പോൾ പരിഗണിക്കുന്നില്ല. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ 2026 ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടക്കും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഫെബ്രുവരി 7 ആദ്യ വോട്ടർ പട്ടിക, ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും, പുറത്തുവിടും എന്നുകൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നു. നടപടിക്രമങ്ങൾ 28 ഒക്ടോബർ മുതൽ നവംബർ 3 വരെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഘട്ടമായി, അതായത് നവംബർ 4 മുതൽ ഇതിൻ്റെ വീടുകൾ കയറിയുള്ള മറ്റ് രേഖകൾ ശേഖരിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഇലക്ടർ, അതായത് കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ ഒബ്ജക്ഷൻസ്, അതായത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയുള്ള സമയത്ത് അറിയിക്കാൻ കഴിയും. അതിനുശേഷമാണ് ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക, അതായത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോകുന്ന പുതിയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പ്രഖ്യാപിക്കും എന്നാണ്, പുറത്തുവിടും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതായത് ബീഹാർ മോഡലിൽ തന്നെ കേരളത്തിലും SIR വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നു. ആ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു. നടപടിക്രമങ്ങൾ നാളെ മുതൽ ആരംഭിക്കുന്നു. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നാളെ മുതൽ നവംബർ 3 വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ വീട് സന്ദർശനം, വീടുകൾ കയറിയുള്ള മറ്റ് രേഖകൾ ശേഖരിക്കുന്ന നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നീണ്ടുപോകുന്നു. അതിനുശേഷം ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇതുമായി കൃത്യമായി തന്നെ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒബ്ജക്ഷൻസ്, അതായത് എതിർപ്പുകൾ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക, അതായത് കേരളവും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലേക്ക് എത്തിയാണ്. ബീഹാർ മോഡലിൽ വീടുകളിൽ എത്തിക്കൊണ്ട് മറ്റ് രേഖകൾ കളക്ട് ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒഴിവാക്കലുകളോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. നേരത്തെ ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ പുറത്തുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യം കേരളം അടക്കമുള്ള സംസ്ഥാനം ഉണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. കേരളത്തേക്കാൾ കൂടുതൽ ഏറ്റവും അധികം ഇത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പക്ഷേ പശ്ചിമ ബംഗാൾ ആയിരിക്കും എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പശ്ചിമ ബംഗാളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടപ്പാക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇത് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ വിമർശനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ വലിയ തരത്തിൽ കുടിയേറ്റം അടക്കമുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഉണ്ട് എന്ന വലിയ വിമർശനം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്താണെങ്കിലും പശ്ചിമ ബംഗാളിലായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയമായി ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതേസമയം കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആസാമിൽ ഈ SIR പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കേരളം കൊടുത്തതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ഇപ്പോൾ നടത്താൻ കഴിയില്ല എന്ന് മഹാരാഷ്ട്രയും ഒരു കത്ത് നൽകിയിരുന്നു. ആ മഹാരാഷ്ട്രയും എന്താണെങ്കിലും ഈ പട്ടികയിൽ 12 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇല്ല. അസമും മഹാരാഷ്ട്രയും ഇല്ലാതെ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഈ പ്രഖ്യാപനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി അതിൽ ചില രാഷ്ട്രീയ പൊരുത്തക്കേടുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രഖ്യാപിക്കാതെ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇത് പ്രഖ്യാപിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് എന്താണെങ്കിലും അത്തരം വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത എന്താണ് ഈ ഘട്ടത്തിലുണ്ട്. നിലവിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ബീഹാറിൽ നടത്തിയ അതേ മോഡലിൽ തന്നെ കേരളത്തിലേക്ക് എത്തുകയാണ്. ആധാർ കാർഡിനെ പ്രഥമ രേഖയെ തന്നെ പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. അതൊരു തരത്തിൽ ആശ്വാസമാണ്. എന്താണെങ്കിലും നാളെ മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ജ്ഞാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കേരളത്തിൽ
ഒരുപക്ഷേ വലിയ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഉണ്ടാകാൻ പോകുന്നത്. സ്വാഭാവികമായും മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം കൂടിയായിരിക്കും ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബീഹാറിലടക്കം നമ്മൾ നിരവധി ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളിലും വാർത്തകളടക്കം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അതേപടി തന്നെ ഇപ്പോൾ കേരളത്തിലെയും കൂടി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എത്തുന്നു. ബീഹാറിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നടക്കുന്നുണ്ട് എന്നും എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും കേരളവും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നാളെ മുതൽ തന്നെ ആരംഭിക്കും. ഫെബ്രുവരി 7 ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വോട്ടർ പട്ടിക പുറത്തുവിടും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വിനീത.